LF ഞങ്ങൾ ഇന്ന് സമരത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയേക്കുന്നത് ഞങ്ങളുടെ അവകാശങ്ങൾ പിടിച്ചു വെച്ചേക്കാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ 1000-ത്തിനടുത്ത് ബെഡുകളുള്ള ഒരു ഹോസ്പിറ്റലാണ്. ചാരിറ്റിയുടെ പേര് പറഞ്ഞാൽ അത് 2 ഹോസ്പിറ്റലായിട്ടാണ് കാണിക്കുന്നത്. അതായത് ഒന്ന് ഐഡ ഹോസ്പിറ്റലും അതല്ലാണ്ട് മെഡിക്കൽ സെക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. ഈ ഇനത്തിൽ തന്നെ നല്ല ലാഭമാണ് നമ്മുടെ ഹോസ്പിറ്റലിന് കിട്ടുന്നത്. അതായത് ഒരു ദിവസം തന്നെ ലക്ഷങ്ങൾ ലാഭം കിട്ടുന്ന ഒരു ഹോസ്പിറ്റലില് നമുക്ക് നഴ്സുമാർ ചോദിക്കുമ്പോൾ മാത്രം 1 രൂപ കൂട്ടിത്തരാനോ അതല്ലാണ്ട് ഒരു ആനുകൂല്യങ്ങളും അലവൻസുകളും ബോണസുകളും എല്ലാം നമ്മുടെ കട്ട് ചെയ്ത് കളഞ്ഞേക്കാണ്. നമ്മളും ദൈനംദിന ജീവിതത്തിൽ നമുക്ക് പല ആവശ്യങ്ങളും ഉണ്ട്. നമ്മുടെ മക്കളെ പഠിപ്പിക്കണം, മാന്യമായിട്ട് നമുക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ നിൽക്കണം. ജോലി ചെയ്തു കഴിഞ്ഞാൽ കറക്റ്റ് സമയത്ത് ഇറങ്ങി പോകാൻ പോലും ചിലപ്പോൾ നമുക്ക് പറ്റാറില്ല. കാരണം എന്താ വെച്ചാൽ ഓവർ ടൈം മിക്കവാറും നമുക്ക് ഹാൻഡ് ഓവറിങ് ടൈം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എക്സ്ട്രാ വരുന്നു, വർക്ക് ലോഡ് എക്സ്ട്രാ വരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് പോകേണ്ട സമയത്ത് 1 മണിക്കൂർ വരെ എക്സ്ട്രാ നിന്നിട്ടൊക്കെ ചിലപ്പോൾ പോകുന്ന ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. പക്ഷെ അതിനൊന്നും ഒരു ഓവർ ടൈം അലവൻസ് നമുക്ക് കിട്ടുന്നില്ല. അതുപോലെ തന്നെ നൈറ്റ് ഷിഫ്റ്റുകൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് നൈറ്റ് ചെയ്യാവുന്ന ഒരു സമ്പ്രദായം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വന്നതായിരുന്നു. പക്ഷെ ഇപ്പൊ അത് ഒരുമിച്ച് 7 നൈറ്റ്. ഇപ്പൊ നമുക്കറിയാം പുറം രാജ്യങ്ങളിലൊക്കെ നമുക്ക് 3 ദിവസം നൈറ്റ് ചെയ്താൽ പിന്നെ നമുക്ക് റെസ്റ്റ് ഉണ്ട്. ഇവിടെ നമുക്ക് റെസ്റ്റ് ഇല്ല, ഓഫ് ഇല്ല, ലീവ് ഇല്ല, അലവൻസുകൾ ഇല്ല. നമ്മളിങ്ങനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാണ്. എന്തുമാത്രം നമ്മൾ സഫർ ചെയ്യുന്നു അത് എക്സ്ട്രാ പേഷ്യൻസ് വന്നാൽ പോലും നമുക്ക് എക്സ്ട്രാ സ്റ്റാഫിന് ഇട്ട് തരുന്നില്ല. നമ്മൾ ആ അനുപാതം നേഴ്സ് റേഷ്യോ, അതായത് പേഷ്യന്റ് നേഴ്സ് റേഷ്യോ ഒരു സ്ഥലത്ത് നിന്ന് കറക്റ്റ് ആയിട്ട് ഇല്ല എന്നുള്ളതാണ് നമുക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മൾ മാനുഷികമായ കാര്യമാണ് ചോദിക്കുന്നത്. അടിസ്ഥാന ശമ്പളം 40,000 എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഒരു നിലയ്ക്ക് അത് തരാൻ ഒരു ബുദ്ധിമുട്ടില്ല. പ്രത്യേകിച്ച് ഇത്രയും വലിയ ഒരു ഹോസ്പിറ്റലില്, അതും NABH അക്രഡിറ്റേഷൻ ഉള്ള ഒരു ഹോസ്പിറ്റലില് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മൾ നഴ്സുമാരുടെ കൂടെ നിൽക്കേണ്ട മാനേജ്മെന്റ് തന്നെയാണ് നമുക്കെതിരെ നിൽക്കുന്നത്. ഇന്ന് 250-ൽ താഴെ ബെഡുകളുള്ള ഹോസ്പിറ്റലുകൾ തൃശ്ശൂർ ജില്ലയിൽ നിങ്ങൾ കേട്ടതാണ്. അവരെല്ലാം കരാർ ഒപ്പുവെച്ചു നമുക്കത് തരാമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇത്രയും ലാഭം കൊള്ളുന്ന ചാരിറ്റിയുടെ പേര് നടത്തുന്ന ഹോസ്പിറ്റലുകൾ നമുക്ക് തരാണ്ടാവുമ്പോൾ അച്ഛന്മാരുടെയും കന്യാസ്ത്രീകളുടെയും പ്രസംഗത്തിൽ കൂടെ മാത്രം ഇത് അവസാനിക്കുന്നു. അവര് നമ്മുടെ ആവശ്യങ്ങളെ കേൾക്കാൻ തുനിയുന്നില്ല. ഞങ്ങളും മനുഷ്യരാണ്, ഞങ്ങൾക്ക് മനസ്സുണ്ട്, ഹൃദയമുണ്ട്. ഞങ്ങൾ വളരെ ഇഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്നവരാ. പക്ഷെ ഞങ്ങളെ കഷ്ടപ്പെടുത്താണ് ഈ വെയിലത്തിട്ട്. അതിന്റെ ഒന്നും ഒരു ആവശ്യമില്ല. അവർക്ക് മാന്യമായ രീതിയിൽ സപ്പോർട്ട് ചെയ്ത് നമുക്ക് ഞങ്ങളുടെ അവകാശങ്ങള് തരേണ്ടതാണ്. അത് തരുന്നത് വരെ ഞങ്ങൾ സമരം ചെയ്യും. അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതിന് UNA എന്ന പ്രസ്ഥാനം എപ്പോഴും കൂടെ ഉണ്ടാവുന്നുള്ള വിശ്വാസമുണ്ട്. ഞങ്ങൾ UNA പറയുന്നത് വരെ, അതായത് നമുക്ക് അവകാശം എപ്പോ കിട്ടണോ, ഏത് നിമിഷം കിട്ടണോ വരെ, നമ്മളിവിടെ മരിച്ചു വീണാൽ പോലും നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രയത്നിക്കും. അന്ത്യം വരെ നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാകും.